ജീവിതത്തിലുടനീളം പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പോരാടിയ പടകൾ നയിച്ച പാവപ്പെട്ടവരുടെ പ്രവർത്തകനായിരുന്നു യെസ്. എൻ്റെ കുട്ടിക്കാലത്ത് ചേർത്തല താലൂക്കിൽ നേരം പൊഴുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കർഷക തൊഴിലാളി സ്ത്രീകൾ തണ്ണീർമുഖത്ത് മുഹമ്മയിലുള്ള ബോട്ടുകെട്ടിയിലേക്ക് അരിവാളുമായി നടന്നു പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടനാട്ടിലെ പാടങ്ങളിൽ കൃഷി ചെയ്യാനായി പോയിരുന്ന ആൾക്കാരാണ്. അവർ മടങ്ങി വിടുന്നത് നേരെ വിരട്ടുമ്പോഴാണ്. ഒരുതരം അടിമകളെപ്പോലെ പണിതിരുന്ന കർഷക തൊഴിലാളികൾക്ക് അന്ന് അവകാശങ്ങൾ നിഷേധിക്കുക സാധാരണ സംഭവമായിരുന്നു. തുച്ഛമായ കൂലി, ബഹുമാനം ഇതൊക്കെ സ്ഥിരം ഏർപ്പാടായിരുന്നു. ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ മനുഷ്യരാക്കി മാറ്റിയത് സൗവ്യ സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ നടത്തിയ നിരന്തരമായ കർഷക തൊഴിലാളി സമരമാണ് കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് മാന്യമായ കൂലിയും മാന്യമായ പെരുമാറ്റവും നേടിക്കൊടുക്കാൻ കഴിയും. അങ്ങനെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എസ് സച്ചിദാനന്ദൻ ആദ്യമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കടന്നു വരുന്നത്. അതിനെ തുടർന്ന് കേരളത്തിലെ താലൂക്കിലെ തൊഴിലാളികളുടെ പോരാട്ടങ്ങളുടെ എല്ലാം മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. തുടർന്നങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തൊഴിലാളി വർഗത്തിനും അടിസ്ഥാന വർഗങ്ങൾക്കും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുടെ കഥയാണ്. മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരങ്ങളാണെങ്കിലും ദേശീയമായ സമരമാണെങ്കിലും കേരളം കണ്ട എല്ലാ തൊഴിലാളി സമരങ്ങളിലും അദ്ദേഹം മുൻപന്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഊർജ്ജ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം പാർലമെൻ്ററി രംഗത്തേക്കും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിലയിൽ അദ്ദേഹം കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ നിരന്തരം അധ്വാനിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി മാറിയത് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി കേരളം കണ്ട സമരവീര്യമുള്ള ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുൻതരയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ കാലഘട്ടം. അദ്ദേഹം കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ പ്രദേശങ്ങളിൽ നടക്കുന്ന അനീതികൾക്കെതിരായി നിരന്തരമായി അസംബ്ലിക്കടക്കം പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ പ്രവർത്തകമാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായി മാറ്റിയത്.